നമസ്കാരം, അഭിലാഷോട്ടയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് പേരെ ഒരു കൂടിക്കാഴ്ചയാണ്, ഒരു ചെറിയ ഇന്റർവ്യൂ ആണ്. അതില് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ സിനിമകള് സത്യൻ മാഷ്, നസീർ സാറ്, മധു സാറ്, ജയൻ സാറിന്റെ സിനിമകൾ കണ്ട ഷീലാമ്മ, ഇവരെയൊക്കെ ഒരുപാട് ആരാധനയോടെ കണ്ട നമ്മുടെ വാസന്തി അമ്മ, നമസ്കാരം അമ്മേ, ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം വെച്ചാൽ സിനിമ ഒരുപാട് സ്നേഹിക്കുന്നു അല്ലെ. പണ്ടത്തെ സിനിമകളാണ് ഇപ്പോഴത്തെ സിനിമയാണോ നല്ലത്? പണ്ടത്തെ അല്ലെ. ഇന്നും മറന്നു പോകാത്ത ഒരേ രംഗങ്ങളല്ലേ പണ്ടത്തെ ഡയലോഗ്സ് ഒക്കെ ആണെന്ന് പറയാം. ശരി, ഒരു വരി ഒന്ന് പാടാൻ പറ്റുമോ? കണ്ണും പൊട്ടി കണ്ണും പൂട്ടി ഈ പാട്ടാ മതി. കണ്ണും പൂട്ടി ഉറങ്ങുക നീ എന്തായാലും വാസന്തിയമ്മ അല്ലെ, വാസന്തിയമ്മയുടെ ഒരു കഴിവ് കിട്ടിയിരിക്കുന്ന ഒരാളെ കൂടെയുണ്ട്. ടെസ. നമസ്കാരം ടെസ. ടെസ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഞാനൊരു സിനിമ കണ്ടിട്ട് ഞെട്ടിപ്പോയി. കാരണം ടെസ എന്നോട് പറഞ്ഞില്ല സ്വർഗത്തിലെ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ധ്യാൻ ശ്രീനിവാസൻ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പടം കാണാൻ പോയപ്പോ ഞെട്ടിപ്പോയി. ഈ ടെസ അല്ലേ ഇത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും, കാരണം പേപ്പട്ടി പോലത്തെ സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സലീം സാറിന്റെ സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഏതാ എല്ലാ പടത്തിലും വന്നിട്ടുണ്ട്. കാരണം അവൾ വനിതായിട്ടുള്ളൂ അല്ലെ, പോയി കണ്ടല്ലേ. അപ്പൊ എന്തായാലും കാരണം ഒരുപാട് സിനിമകളൊക്കെ ആയിട്ട് പോവാ അതിന്റെ വിശേഷം. പിന്നെ അതിലുപരി അമ്മാമ്മയുടെ പാട്ടും കാര്യങ്ങളൊക്കെ നല്ലൊരു കഴിവ് കിട്ടിയിരിക്കുന്ന ഒരാളാണ്. ഒരു കാര്യങ്ങളെ പറയട്ടെ, വരാറിന്റെ പേരെ പരിചയപ്പെടും. ഞങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റി. കാരണം ഗിരീഷ് വെണ്ണല എന്നൊരു ഒരു ബ്ലോഗറാണ്, ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ വർക്കിൽ നായികയായിട്ട്, കാരണം അതും അഭിനയിച്ചിരിക്കുന്ന അഭിനയത്തിന്റെ ABCD പോലും അറിയില്ലാത്ത ഒരു തനി നാടൻ അല്ലെ, ഒരു ചായക്കട നടത്തുന്ന ഒരു ചേച്ചിയാണ്. അതാണ് ഏറ്റവും വലിയ കണ്ടന്റ്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞു കൊടുത്ത് അടിപൊളിയായിട്ട് ചെയ്തു. അതിരപ്പള്ളിയിലാണ് ഗിരീഷ് വെണ്ണലയുടെ വർക്ക്. പെരേരയുടെ ഒക്കെ ഒരു സുഹൃത്താണ് ഗിരീഷ് വെണ്ണല. അപ്പൊ എന്തായാലും ടെസ ഇനിയും വിവരങ്ങളിലേക്ക് വരട്ടെ. അപ്പൊ അടുത്ത ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ റിവ്യൂ പറയുകയും അതുപോലെ തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ സിനിമകൾ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ജാഫർ ഇടിക്ക് നായകനാവുന്ന സിദ്ദീഖിന്റെ മകനൊക്കെ ഉള്ള ഗുലാന്റെ തട്ടുകട എന്ന് പറഞ്ഞ സിനിമയില് നല്ലൊരു വേഷം ചെയ്തുകൊണ്ട് വരികയാണ്. അതുപോലെ ചോല വിസ്കി, റിയാസ് മുഹമ്മദിന്റെ, സുമേഷ് കുഡ്ലക്ക്, മാഹിൻ മൂവാറ്റുപുഴ, നിഷ ഇടുക്കി ടീമിന്റെ പുതിയ വർക്കിൽ അഭിനയിക്കുന്നു. പിന്നെ സിനിമാകാരൻ ഗിരി എന്ന് പറഞ്ഞ പ്രദീപ് വേലുവിന്റെ വർക്കിൽ അഭിനയിക്കുന്നു. അതിലുപരി എന്താ പറയാ, ലോട്ടറി ടിക്കറ്റ് സിബിൻ തോട്ടുങ്ങളുടെ ഞാനും പെരേരയും സൂര്യച്ചും ഒക്കെ ഒന്നിക്കുന്ന മാഹിൻ മൂവാറ്റുപുഴ, സുമേഷ് കുഡ്ലക്ക് ടീമിന്റെ, നിഷ ഇടുക്കി ടീമിന്റെ പുതിയ വർക്ക് വരുന്നു. അങ്ങനെ പോകുന്നു. അപ്പൊ നമസ്കാരം. അതുകൂടാണ്ട് ചെറിയ ആങ്കറൊക്കെ ചെയ്യുന്ന ഒരാളാണല്ലേ. എങ്ങനെയുണ്ട് നമ്മുടെ ഒരു ഇന്നത്തെ ഒരു ദിവസം, ഒരു സന്തോഷം? ദിവസം നമ്മളൊരു ഗായിക, ഒരു അഭിനേത്രി നിലയിലും ടെസ നല്ല രീതിയിൽ പാട്ടൊക്കെ പാടെന്ന് പറയുന്നുണ്ട്. അപ്പൊ കുറച്ച് പാട്ടും അഭിനയൊക്കെ നോക്കും. ഞാൻ കാര്യം ചോദിച്ചോ ടെസ, സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാറുള്ളത് വീട്ടിൽ നമ്മൾ ഇരിക്കുമ്പോഴുള്ള പാട്ടാണ് അത്? അതായത് നമ്മൾ ഇത് പാടില്ലേ, നമ്മളിങ്ങനെ ഗ്രൂപ്പുകൾ പാടാം, അങ്ങനെയുള്ളത് ഉള്ളോ? ഉണ്ടോ? സ്റ്റേജിൽ ചെയ്തിട്ടുണ്ടോ? ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് പാട്ട് പാടാൻ പറ്റും. ആങ്കറിങ് അല്ലേ? പാട് പറഞ്ഞല്ലേ? പാട്ടായോ? ഞാനൊരു പാട്ട് 2 ലൈൻ പാടാം. എന്നിട്ട് ബാക്കി അറിയാവുന്ന പാട്ട് ആയിക്കോട്ടെ. ആ ശരി, അവന്റെ പാട്ട് പണ്ടേ എന്നോടൊന്നും